ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഉപ്പിനെ കുറിച്ചാണ്. ഉപ്പ് നമ്മുടെ വീട്ടിൽ എങ്ങനെ നമ്മൾ വെച്ചാലാണ് നമുക്കത് പ്രയോജനപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം ഉപ്പെന്ന് പറഞ്ഞാൽ ലക്ഷ്മി കടാക്ഷമുള്ളതാണ്. അത് നമ്മൾ എങ്ങനെ വീട്ടിൽ വെക്കുന്നോ അതനുസരിച്ചായിരിക്കും അതിന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണങ്ങളും ദോഷങ്ങളും. കാര്യം നമ്മളത് എങ്ങനെ വെച്ചാലാണ് നമുക്ക് ദോഷങ്ങൾ വരുന്നതും എങ്ങനെ വെച്ചാലാണ് ഗുണങ്ങൾ കിട്ടുന്നതെന്നുമാണ്. അപ്പം നമുക്ക് ഉപ്പിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത്. അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുന്ന കൂടെ തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യുക. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉപ്പിനെ പറ്റിയാണ്. അപ്പോൾ ഉപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്മി കടാക്ഷമുള്ളതാണ് ഉപ്പെന്ന് പറയുന്നത്. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ വെക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഗുണങ്ങൾ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിന് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളുണ്ട് വെക്കുന്നതിന്. ഒരു ചെടിയാണെങ്കിൽ പോലും അത് നമ്മൾ ചുമ്മാ നട്ടാലും അത് കിളുക്കും, അതവിടെ വളർന്നു വരും, പൂക്കും എല്ലാം ചെയ്യും. പക്ഷേ അത് നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും, ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പം ഉപ്പ് നമ്മുടെ വീട്ടിൽ ധനം കൊണ്ടുവരാനായിട്ട്, കാര്യം ലക്ഷ്മി കടാക്ഷമുള്ളതാണ് ഉപ്പ്. അതിനെ നമ്മൾ എത്രമാത്രം നല്ലതായിട്ട് വെക്കുന്നോ അത്രത്തോളം ലക്ഷ്മിയുടെ അനുഗ്രഹം, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. അപ്പം ആ ഒരു കടാക്ഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നമുക്ക് നമ്മുടെ ജോലിയിലൂടെ തന്നെയാണെങ്കിലും നമുക്ക് ഉയർച്ചകളും കാര്യങ്ങളും എല്ലാം വരും. എന്ന് പറഞ്ഞ് ചുമ്മാ ജോലിക്ക് പോകാതിരിക്കാൻ നല്ല എനിക്ക് പറയുന്നത് കേട്ടോ. ജോലിക്ക് പോകണം, പോകുന്ന കൂടെ തന്നെ നമ്മൾ സമ്പാദിക്കുന്നത് നമുക്കത് കരുതി വെക്കാനായിട്ട്, നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെയും നമുക്കത് സമ്പാദിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചിലർ അവസ്ഥ എന്ന് വെച്ചാൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ 100 രൂപ കിട്ടിയാൽ 200 രൂപ നമുക്ക് ചിലവാകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലക്ഷ്മി കടാക്ഷം ഉള്ള എന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പ് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ലക്ഷ്മി കടാക്ഷമുള്ള ഒരു വസ്തു എന്ന് പറയുന്നതിൽ. അപ്പം ഉപ്പ് നമുക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് ആദ്യം പറയാം. അപ്പം ഉപ്പ് വെക്കുന്നതിന് മുമ്പ് നമ്മളിത് വാങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ പറയാം. ഉപ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം മേടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള, നമുക്ക് ഒരു ഐശ്വര്യം കിട്ടുന്നത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒരു 6 മണിക്ക് മുന്നേ നമ്മളിത് മേടിക്കുകയും ചെയ്യണം. 6 മണിക്ക് മുന്നേ നിന്ന് കടയിൽ നിന്ന് മേടിച്ചാൽ മാത്രം പോരാ, നമ്മുടെ വീട്ടിൽ വരുമ്പോഴും 6 മണിക്ക് മുന്നേ വേണം. നമ്മൾ 6 മണിക്ക് മുന്നേ നമ്മളിത് കൊണ്ടുവന്ന് നമ്മുടെ ഏത് ഭരണിയിലാണോ നമ്മളിത് ഇട്ട് വെക്കുന്നത് ആ ഭരണിയിലേക്ക് ഇട്ട് വെക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഉപ്പ് കടയിൽ നിന്നപ്പം അപ്പോൾ എത്ര നേരത്തെ മേടിക്കുന്നോ അത്ര വെള്ളിയാഴ്ച ദിവസം മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ 6 മണിക്ക് മുന്നേ നമ്മുടെ ഈ ഉപ്പ് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളത് ഭരണിയിലിട്ട് വെക്കണമെന്നാണ് പറയുന്നത്. അപ്പം 6 മണിക്ക് ശേഷം നമ്മളത് ഭരണിയിലിട്ട് വെക്കുന്നത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇതാണ് കിട്ടുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല കിട്ടുന്നത്. അതുപോലെ തന്നെ ഉപ്പ് വെക്കുന്നതിന് ചിലർ സ്റ്റീലിൻ്റെ പഴയ പാത്രങ്ങൾ എടുത്ത് വെച്ച് അതിനകത്തോട്ട് ഉപ്പിട്ട് വെക്കുന്നവരുണ്ട്, പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപ്പിട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള പാത്രത്തിലൊന്നും ഉപ്പിട്ട് വെക്കരുത്. അതൊക്കെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പോസിറ്റീവായിട്ട് നമുക്ക് അത് കിട്ടുകയില്ല. നമ്മൾ ഉപ്പ് എപ്പോഴും ഒരു ഭരണിയിൽ അല്ലെങ്കിൽ ഈ പൊട്ടുന്ന സൈസ് എന്തെങ്കിലും ഗ്ലാസ് സൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പം നമുക്ക് മേടിക്കാൻ കിട്ടും കടകളിലൊക്കെ, ഈ ഓട് കടയിലും ഒക്കെ ആയിട്ട്. പിന്നെ മൺപാത്രങ്ങളിൽ വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലും ഉപ്പ് ഇട്ട് വെക്കരുത്. പിന്നെ ഉപ്പ് നമ്മൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ചാണ് നമ്മൾ ഉപ്പ് വെക്കാനായിട്ട്. അത് നമ്മളിപ്പോൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പം നമ്മളുടെ ഏത് സൈഡാണോ വലത്തുവശം എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് വേണം ഉപ്പ് വെക്കാനായിട്ട്. അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലത്തുവശത്തായിരിക്കണം ഉപ്പിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ആ പാത്രത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ഈ കറിക്കകത്തോട്ട് ഇടുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ഉപ്പ് നിലത്ത് വീഴാതിരിക്കാൻ. ഉപ്പ് നിലത്ത് വീഴുന്നത് ദോഷമാണ്. ഉപ്പ് നിലത്ത് കളയാതെ വേണം നമ്മളിപ്പോൾ ഒരു കറിക്കകത്തോട്ട് ഇടാനായിട്ട്. അതിനൊന്നെങ്കിൽ അതിനകത്തൊരു സ്പൂണോ എന്നതെങ്കിലും ഇടുക. ചിലപ്പോൾ കൈ കൊണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് എളുപ്പം പോകുമായിരിക്കും. ഒരു ചെറിയ സ്പൂൺ അതിനകത്ത് ഇടുവാണെങ്കിൽ ആ സ്പൂൺ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാം. ഉപ്പ് ഇങ്ങനെ വാരി എടുക്കുമ്പോൾ തറയിൽ പോകാൻ പാടില്ല. ഉപ്പ് പാത്രം ചൊവ്വാഴ്ച ദിവസം ഒഴികെ ബാക്കി ഏത് ദിവസവും നമുക്ക് ഉപ്പ് പാത്രം കഴുകാം. അതും കഴുകുന്നത് ഈ രാത്രിയിലുള്ള കഴുകിച്ച നല്ലതല്ല. നമ്മൾ 6 മണിക്ക് ശേഷം ഉപ്പ് ഭരണി കഴുകി വെക്കാനായിട്ട് നിൽക്കരുത്. അതിന് മുന്നേ നമ്മൾ കഴുകി വെക്കുക. എന്നിട്ട് ഉപ്പ് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മളതിനകത്ത് നിറച്ച് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും നല്ലത് നമ്മളതിനകത്ത് ഉപ്പ് നിറച്ച് വെക്കാനായിട്ട്. ബാക്കിയുള്ള ദിവസങ്ങൾ കുഴപ്പമുണ്ടെന്നല്ല, പക്ഷേ വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം ഈ നമ്മൾ ഉപ്പ് അതിനകത്ത് നിറച്ച് വെക്കാനായിട്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഉപ്പ് ഭരണി നമ്മളിപ്പം അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ വലതു ഭാഗത്തായിരിക്കുമല്ലോ ഇത് വെക്കുന്നത്. വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ ദോശ ചുടുന്നതോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി മാവൊക്കെ അതിലോട്ട് തെറിക്കും. അത് നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അന്നേരം തന്നെ തുടച്ച് വൃത്തിയാക്കി വെക്കുക. ചില ഉപ്പ് ഭരണി എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ നമുക്ക് അവിടുന്ന് ആഹാരം പോലും കഴിക്കാൻ തോന്നത്തില്ല. ഉപ്പ് ഭരണിയിലൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത്, അതൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അടുക്കളയിൽ നമ്മൾ എന്നാ ഉണ്ടാക്കുന്നോ അതിൻ്റെ എല്ലാം അതിൽ പൊട്ടും
പൊടിയും എല്ലാം അതേ തെറിച്ചിട്ടുണ്ടായിരിക്കും. ആ ഭരണി പുറമേ നോക്കിയാൽ ഒരു ഭംഗിയും കാണത്തില്ല. അത് മൊത്തം അഴുക്ക് പിടിച്ച് ഇതായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പറയുമ്പോൾ നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എപ്പോഴും നല്ല ഭംഗിയിൽ ആ കുപ്പി വെച്ചിരിക്കണം. ഈ ഉപ്പ് വെച്ചേക്കുന്ന പാത്രങ്ങൾ ചിലപ്പോൾ നമ്മൾ തീ കത്തിക്കുന്ന അടുപ്പായിരിക്കും, അതിലേക്ക് അരിയും പുകയൊക്കെ അത് പറ്റുമായിരിക്കും. പക്ഷേ അത് നമ്മൾ ദിവസവും തുടച്ച് വെക്കാന്നുണ്ടെങ്കിൽ അത് വൃത്തിക്ക് തന്നെ ഇരുന്നോളും. നമ്മൾ ഈ തുടയ്ക്കാതെ ഇട്ട് പുകയറയും വീണ് കരിയും പറ്റി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് നമ്മൾ വെക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. കാര്യം അതിനകത്ത് ഉപ്പായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഉപ്പിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ തോന്നത്തില്ല. അങ്ങനെ നിങ്ങൾ വെക്കരുത്. അത് നല്ല വൃത്തിക്ക് സൂക്ഷിക്കുക. പിന്നെ ഉപ്പ് വരണി നമ്മൾ കഴുകി എടുത്ത് ഉപ്പ് നിറയ്ക്കുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ അടിയിൽ 1 രൂപ നാണയം വെക്കെങ്കിൽ അത് അച്ചിട്ടാണ് കേട്ടോ. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഈ 1 രൂപ നാണയം ഉപ്പ് പാത്രത്തിൻ്റെ അടിയിൽ വെക്കുന്നത്. അത് ശരിക്കും എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. ഉപ്പ് പാത്രത്തിൻ്റെ അടിയിൽ ഈ 1 രൂപ നാണയം വെച്ചതിന് ശേഷം നമ്മൾ ഭരണി എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് അതിനകത്ത് നമ്മൾ ഉപ്പ് നിറച്ച് വെച്ചാണ്ടല്ലോ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് നല്ല മാറ്റം വരും വീട്ടിൽ. നമുക്കത് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നത്. നമുക്ക് ധനവരവ് നമുക്ക് ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് അതിനുള്ള മാർഗ്ഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം എങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ജോലിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മറ്റെണ്ണയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്നിടത്തുനിന്ന് വരെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് പൈസ വന്നു ചേരുന്നത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പൈസ വെച്ച് അതിൻ്റെ പുറത്തോട്ട് ഭരണി വെക്കുക. എന്നിട്ട് ഈ ഭരണി ആ പൈസ വെച്ചേക്കുന്നതിൻ്റെ പുറത്തുനിന്ന് 24 മണിക്കൂർ എടുത്തുകൊണ്ട് പോകരുത്. ആ പൈസ അവിടെ ഇരിക്കും, ഭരണി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ചെയ്യരുത്. ആ ഭരണിയുടെ അടിയിൽ തന്നെ വേണം പൈസ വെക്കാനായിട്ട്. അത് അവിടെ ഇവിടെയും കൊണ്ട് വെക്കരുത്. നമ്മൾ അടുക്കള ജോലി ചെയ്യുന്നതിന് നമ്മുടെ വലത്തുവശത്ത് തന്നെ ഭരണി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിലോട്ട് ഈ 1 രൂപ തൊട്ടും കൂടി വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഉപ്പ് മുഴുവനും തീരാൻ നിൽക്കരുത്. ഉപ്പ് തീരുന്നതിന് മുന്നേ നമ്മൾ അതിനകത്ത് എപ്പോഴും നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ നിറച്ച് നമുക്കത് പൂർണ്ണമായിട്ടും തീരാനായിട്ട് നിൽക്കരുത്. അത് നിറച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല ഐശ്വര്യമാണ് വീട്ടിൽ. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടുന്നത്. സർവ്വ ഐശ്വര്യങ്ങൾ പോലെ എനിക്ക് ശരിക്കും അത് മനസ്സിലായൊരു കാര്യമാണ്. അങ്ങനെ പൈസ വെച്ച് നമ്മൾ ഉപ്പ് പറഞ്ഞ് വെച്ചാലുള്ള ഗുണം എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെ ആ 1 രൂപ നോട്ട് 1 രൂപ തൊട്ട് അതിൻ്റെ അടി വെച്ച് അങ്ങനെ വെക്കുക. അതുപോലെ തന്നെ ഈ ഉപ്പ് പാത്രം എപ്പോഴും തുറന്നിടരുത്. നമ്മളതിൻ്റെ പുറത്തൊരു അടപ്പ് വെച്ച് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എടുത്തതിന് ശേഷം അന്നേരം തന്നെ അതങ്ങ് അടച്ചു വെച്ചേക്കുക. അല്ലാതെ അത് നമ്മൾ അവിടെ തുറന്നിട്ടേച്ച് നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം പോയിട്ട് പിന്നെ ഒന്ന് ചിലപ്പോൾ ഒരു ക്ലീനിങ് ഉണ്ടായിരിക്കും. ആ സമയത്തായിരിക്കും ഇതെടുത്ത് അടച്ചു വെക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. അതിനുശേഷം ഭരണി അതുപോലെ അടച്ചു വെച്ചേക്കുക. ഇങ്ങനെ തുറന്നിട്ടേക്കരുത്. അതെപ്പോഴും അത് ഒന്നാമത് നമുക്ക് ദോഷവുമാണ്. അതിലേറെ എന്നു വെച്ചാൽ അതിനകത്തോട്ടുള്ള പല്ലിയും പാറ്റായും ഒക്കെ കയറും. പിന്നെ നമ്മൾ തന്നെയല്ലേ കഴിക്കേണ്ടത്. അതും കൂടെ ആരോഗ്യപരമായിട്ട് നോക്കിയാലും നമ്മുടെ അല്ലാതെ വീടിന് വരുന്ന ഐശ്വര്യപരമായിട്ട് നോക്കിയാലും അത് ദോഷം തന്നെയാണ്. അപ്പം അത് നേരെ തന്നെ അടച്ചു വെച്ചേക്കുക. ആ ഉപ്പുഭരണി അടച്ചു വെച്ചേക്കുക. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ ഉപ്പിനെന്ന് പറഞ്ഞാൽ പണത്തെ ആകർഷിക്കാനുള്ളൊരു ശക്തിയുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഈ ഓരോ തൊട്ട് ഇങ്ങനെ വെച്ച് ആ ഉപ്പ് പാത്രം വെക്കുമ്പോൾ ലക്ഷ്മി കടാക്ഷം നമുക്കുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പണത്തിന് ഒരിക്കലും ഒരു മുട്ടുണ്ടാകത്തുമില്ല. നമ്മുടെ കൈ കരുതി വെക്കുന്ന പണങ്ങൾ ഒട്ടും നമുക്ക് ദൂർത്തടിച്ച് പോകത്തുമില്ല. നമുക്കത് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അത് ബാക്കി നമുക്ക് കരുതി വെക്കാനും പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ലക്ഷ്മി കടാക്ഷം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിനും പണത്തിനൊരിക്കലും മുട്ടുണ്ടാകത്തില്ല. ആ ഒരു ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും നമുക്ക് പണത്തിനുണ്ടാകത്തില്ല. അപ്പോൾ അതിനുള്ള വഴികൾ നമ്മളും കൂടെ ഒരുക്കി കൊടുക്കണം വീടിനുള്ളിൽ. നമ്മൾ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കേണ്ട രീതി നമ്മൾ സ്വീകരിച്ചാലേ നമ്മുടെ വീട്ടിൽ വന്ന് ഇരിക്കുകയുള്ളൂ. എന്നാലേ നമ്മളോടൊരു ഇത് കിട്ടും, നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ. ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ ഇരുന്നാലേ നമുക്ക് ഗുണം കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് വീടിനകത്ത് കിട്ടുന്ന പല ഗുണങ്ങളും. നമ്മൾ വീടിനകത്ത് ഇരുന്ന് പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങളിപ്പോൾ ഉപ്പുപാത്രം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നാമം ചെല്ലുന്ന എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ ദുഷിപ്പിച്ച് നടക്കുന്നവർക്ക് ഒരു ഐശ്വര്യവും ഉണ്ടാകത്തില്ല, ഒരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. അവരെന്നെ ചെയ്താലും അത് നെഗറ്റീവായിട്ടേ പോകത്തുള്ളൂ. കാര്യം നമ്മൾ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ നാമം നമ്മുടെ നാക്കുകൊണ്ട് പറയുകയും ചെയ്യുന്നിടത്ത് മറ്റുള്ളവരെ പറ്റി വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് മോശം വർത്തമാനങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് വീണ്ടും നമ്മളിലേക്ക് മൂദേവിയെ കയറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ പോസിറ്റീവ് കളഞ്ഞിട്ട് നെഗറ്റീവ് നമ്മളിലേക്ക് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് തന്നെ നമുക്ക് തന്നെ ദോഷം തന്നെ, നമ്മുടെ വീടിന് തന്നെ അത് പ്രശ്നങ്ങളായി തീരും. നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ നോക്കി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ മാന്യമായിട്ടിരുന്നാൽ നമുക്ക് അതിൻ്റെതായ ഐശ്വര്യങ്ങൾ വരിക തന്നെ ചെയ്യും. പിന്നെ ചിലർ പറയായിരിക്കും ഇങ്ങനെ ഇപ്പം നിങ്ങൾ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് പൈസ വന്നു ചേരുന്നത്. എനിക്ക് സത്യത്തിൽ ഞാൻ പറയാം, ഞാൻ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ ഓരോ നാൾക്ക് എനിക്ക് അതിന് മാറ്റങ്ങളും വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെടുന്നുണ്ട്, അതിനും നല്ല രീതിക്ക് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ വെച്ചാൽ നമ്മൾ
ഒരാൾക്ക് പൈസ ഉണ്ടെന്നുള്ളത് കാണിക്കുന്നത് പൊങ്ങച്ചത്തിലൂടെയല്ല കാണിക്കേണ്ടത്. നമ്മൾ ജീവിച്ചു പോവുക. പൊങ്ങച്ചം ഒന്നിനും ഒരു പരിഹാരമല്ല. അത് ഞാൻ പറഞ്ഞിട്ട് അത് ഓരോരുത്തർ കമൻറ്റ് ഇടുന്ന വെച്ച് ഞാൻ പറയുന്ന കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കാം. നമുക്കൊരിച്ചിരി പൈസ കിട്ടിയാൽ അതിൻ്റെ ബഹളം കാണിച്ച് അതിൻ്റെ നെകളിപ്പ് കാണിച്ച് നടക്കുന്നതല്ല നമുക്ക് പൈസ ഉണ്ടെന്ന് അറിയിക്കുന്നത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് വീട്ടിലൊന്നിനും ഒരു ബുദ്ധിമുട്ട് വരല്ലേ, രോഗം വരല്ലേ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. പട്ടിണി അടക്കാൻ ഇടയാകരുത്, രോഗം വരല്ലേ, സമാധാനം സന്തോഷം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമുക്കെല്ലാം കിട്ടും, അതൊരു സംശയവും വേണ്ട. പിന്നെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത് ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ നല്ലപോലെ കിട്ടും. ഇനി ഉപ്പുകല്ല് ഇട്ട് വെക്കുന്ന പാത്രം, ഉപ്പ് ഭരണി, ഉപ്പ് ഇട്ട് വെക്കുന്ന ഇപ്പോൾ ഉപ്പ് പൊടിയാണല്ലോ ഉപ്പ് കല്ലാണല്ലോ ഒക്കെ ഇട്ട് നമ്മൾ ഇട്ട് വെക്കുന്നൊരു പാത്രം, അത് താഴെ വീണ് പൊട്ടുന്നത് ശരിക്കും ദോഷം തന്നെയാണ്. അത് നമ്മുടെ വീട്ടിൽ എന്നതോ ഒരു ഗ്രഹപ്പഴ വരാൻ പോകുന്നതിൻ്റെ ഉള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്നതോ ഒരു ആപത്ത് വരാൻ പോകുന്നു, ഒരു ഗ്രഹപ്പഴ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഉപ്പ് പാത്രം ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടാൻ പാടില്ല. അത് താഴെ വീണാലും നമുക്ക് എന്നതോ ഒരു ഗ്രഹപ്പഴ വരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതൊക്കെ കുറേയൊക്കെ സത്യങ്ങളാണ്. എൻ്റെ കയ്യിൽ അന്നൊരു ചില്ലിൻ്റെ ഭരണിയായിരുന്നു ഇരുന്നത്. ഞാൻ എന്നതും ഇങ്ങനെ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് നീക്കിയതേ ഉള്ളൂ. അത് നീക്കുന്ന ഇതിൽ തന്നെ താഴെ വീണ് അന്നേരം പൊട്ടി. ആ ഇതിലോട്ട് തന്നെയാണ് വീണത്. പക്ഷെ വീണത് തന്നെ അതങ്ങ് പൊട്ടിയ ഉപ്പാട് മൊത്തം ചെതറി. അത് കഴിഞ്ഞ് ഞങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടതായിരുന്നു. ഉപ്പ് പാത്രം നമ്മൾ എടുക്കുമ്പോൾ കഴിവ് സൂക്ഷിച്ചെടുക്കുക, താഴെ ഇട്ട് പൊട്ടിക്കാതിരിക്കുക. അത് പൊട്ടിയാൽ നമുക്ക് മോശം അവസ്ഥയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്നയിലൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഒരു കർമ്മം ചെയ്തിപ്പം ഉപ്പ് ചാലിച്ച് നമ്മൾ ഓരോന്നൊക്കെ ചെയ്ത് കഴിയുമ്പം ആ ഉപ്പ് നല്ലപോലെ ചാലിച്ചതിന് ശേഷം വേണം അത് കളയാവുള്ളതെന്ന് പറയുന്നത്. ഉപ്പ് ഇപ്പം നമ്മൾ എന്നാ കർമ്മം ചെയ്താലും ഇപ്പം അത് നമുക്കൊന്ന് ചാലിച്ചതിന് ശേഷം നമുക്ക് കളയുകയാണെങ്കിൽ കുഴപ്പമില്ല. ആ ഉപ്പ് കല്ലായിട്ട് നമ്മളെങ്ങും കൊണ്ട് കളയരുത്, ഉപ്പ് പൊടിയായിട്ട് എങ്ങും വാരിക്കൊണ്ട് കളയരുത്. അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പിനകത്തുനിന്ന് എടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെയൊക്കെ തെങ്ങിൻ്റെയൊക്കെ ചോട്ടിലൊക്കെ ഉപ്പിടാറുണ്ട്. അതൊക്കെ ഒരു വളമായിട്ടാണ് നമ്മളിടുന്നത് അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഉപ്പ് പാത്രത്തിൽ നിന്ന് നമ്മളൊരു ഉപ്പ് എടുത്ത് അത് താഴെ വീണ് നിലത്തിങ്ങനെ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിപ്പോൾ എങ്ങനെ പറയുമ്പോൾ തെങ്ങിൻ്റെ ചോട്ടി ഇടുന്നത് നമ്മൾ എന്തിനാണ്? അതൊരു വളമായിട്ടാണ് നമ്മളിടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് മേടിച്ചുകൊണ്ട് വരുമ്പം അതിൻ്റെ പ്ലാസ്റ്റിക് കവറിൽ തന്നെ വെച്ച് ചിലർ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. അപ്പോൾ ചോദിക്കും, കടകളിൽ നിന്ന് ഉപ്പ് പാക്കറ്റായിട്ടല്ലേ കിട്ടുന്നത്? അത് മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമല്ലേ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നല്ല കാര്യം വരണമെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ചെയ്യണം. അല്ലാതെ അത് കടയിൽ അത്രയും ദിവസം കവറിനകത്ത് ഇരുന്ന് അതുകൊണ്ട് ഇനി എൻ്റെ വീട്ടിൽ അതൊരു കച്ചവടത്തിന് വേണ്ടി അവർ വെച്ചേക്കുന്ന സാധനമാണ്. നമ്മൾ വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്ന സാധനം, നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധനം. അത് പ്ലാസ്റ്റിക്കിൽ തന്നെ ഉപ്പ് വെക്കുന്നതന്നെ, കവറിനകത്ത് വെക്കുന്നതന്നെ നമുക്ക് കേടാണ്, പന്നലാന്നാണ് പറയുന്നത്. അതിനേ സമയം നമ്മളതൊരു ആ ഭരണിയിലോട്ട് ഇട്ട് വെക്കുന്നത് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അടുക്കളയുടെ ഒരു അടുപ്പിൻ്റെ മൂലയ്ക്ക് ഉപ്പ് കവറായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഉപ്പ് കവറിനകത്ത് നിർത്തായിരിക്കും ഇങ്ങനെ ഇടുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഉപ്പ് കവർ കൊണ്ട് വെച്ച് അതിൻ്റെ അടി കൊണ്ട് പൈസയും വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഒരു ഉയർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല, നമുക്ക് ആ ഒരു ഇതും കിട്ടുന്നില്ല. ഉപ്പ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അതിൻ്റേതായ രീതിക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് ഒരു സംശയവും വേണ്ട. അങ്ങനെ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ ലക്ഷ്മി ദേവിയോട് നമ്മൾ എങ്ങനെ നമ്മൾ ഓരോ പൈസയാണെങ്കിൽ ഞാൻ നേരത്തെ പേഴ്സിൻ്റെ കാര്യം പറയുന്നത്, പൈസ കൊണ്ട് നമ്മൾ അവരോട് എറിഞ്ഞ് കളയാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വരികയില്ല. നമ്മളൊരു കാര്യം എത്രമാത്രം നമ്മൾ സ്നേഹത്തോട് ചെയ്യുന്നു അത്രത്തോളം സ്നേഹത്തോടെ നമ്മളിലേക്ക് അത് വന്നു ചേരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞ് അപ്പം ഇതിന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാറ്റം വരുത്തി നിങ്ങൾ നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഉപ്പെന്ന് പറയുന്നത് അത്രയ്ക്ക് ഐശ്വര്യമാണ്, അത്രയ്ക്ക് ലക്ഷ്മി കടാക്ഷമുള്ളൊരു ഇതാണ് വസ്തുവാണ് ഉപ്പെന്ന് പറയുന്നത്. അത് നമ്മൾ അതിൻ്റെ രീതിക്ക് നോക്കിയില്ലെങ്കിൽ നമുക്കത് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാമേ.